നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വെറാന്ത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ PSC ബേസ്ഡ് ആയിട്ട് എല്ലാ എക്സാമിനേഷനും നല്ല ഒരു സ്കോർ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ. ടെൻത്ത് ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, അതിൻ്റെ പ്രിലിംസ് മെയിൻസിനെല്ലാം നല്ലൊരു ശതമാനം മാർക്ക് പോകുന്നത് എവിടെയാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒരു 4, 8, 9, 10 ഫാക്ട്സ് പഠിച്ചു വെച്ചാൽ എക്സാമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താ നമ്മൾ കുറേ നോളജ് കിട്ടും. പക്ഷേ അത് എന്നും പുതിയ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതിയോ? അല്ല, നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്നതോടൊപ്പം ഇന്നലെ പഠിച്ചത് റിവൈസ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലിൽ നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിടക്കിടക്ക് പ്ലേ ചെയ്ത് കണ്ട് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ വെറാന്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ ഒരു സെഷൻ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ SSC PSC ബാങ്ക് റിലേറ്റഡ് ആയിട്ട് എന്ത് എൻക്വയറീസിനും എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻക്വയറി ചെയ്യാവുന്നതാണ്. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ കറണ്ട് ഫാക്ട്സ് ഒരു ചായയൊക്കെ കുടിച്ച് ഉഴുന്ന വടയൊക്കെ കഴിക്കുന്ന ലാഘവത്തോടെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കറണ്ട് ഫാക്ട്സ്, ഇപ്പം എല്ലാവരും ഫുട്ബോളിൻ്റെ ഒരു ജലദോഷത്തിലാണ് അല്ലേ. ഫിഫ വേൾഡ് കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2022 വേദി എവിടെയാണ്? ഖത്തറിലാണ്. ഓക്കെ, ഖത്തറിലാണ് ഫിഫ വേൾഡ് കപ്പ് 2022 വേദി. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം അല്ലേ. നമ്മുടെ 20th നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 18 ഡിസംബർ വരെ, 2022 ഡിസംബർ വരെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 18 ഡിസംബറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ നാഷണൽ ഡേ ആണ്. ഓക്കെ, ഖത്തറിൻ്റെ നാഷണൽ ഡേയുടെ ദിവസമാണ് ഇത് എൻഡ് ചെയ്യുന്നത്, ഫിഫ വേൾഡ് കപ്പ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം ഉദ്ഘാടന മത്സരത്തിൽ, അതായത് 20 നവംബറിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇക്വഡറിനെയാണ് തോൽപ്പിച്ചത് അല്ലേ. ഇക്വഡർ ആരെ തോൽപ്പിച്ചു? ഖത്തറിനെ തോൽപ്പിച്ചു അല്ലേ. യെസ്, അപ്പം ആദ്യത്തെ ഗെയിമിൽ ഇക്വഡറാണ് വിജയിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫാക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ PSC ട്രെൻഡിൽ ഒരു പ്രത്യേകത ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം ഈ വർഷം കോമൺവെൽത്ത് നടന്ന അതിന് മുന്നേ 4 വർഷം മുമ്പ് എന്നായിരുന്നു എന്ന് ചോദ്യം വരും അല്ലേ. അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഫിഫ വേൾഡ് കപ്പ് 2018 വേദി എവിടെയാണെന്ന് അല്ലേ. 2018 ഫിഫ വേദി എവിടെയാണ് അറിയാവോ? അത് റഷ്യയിലാണ്. ഓക്കെ, റഷ്യയാണ്. എന്താണ് വെന്യൂ എന്ന് പറഞ്ഞു പഠിച്ച. ഓക്കെ, വിന്നർ ആരാണ്? അത് ഫ്രാൻസ് ആണ്. സെറ്റല്ലേ? അപ്പോൾ 2018 ഫിഫ വേൾഡ് കപ്പ് വേദി റഷ്യ, വിന്നർ ഫ്രാൻസ്. ആരെ തോൽപ്പിച്ചാണ് ജയിച്ചത്? ക്രൊയേഷ്യ അല്ലേ. ക്രൊയേഷ്യ തോൽപ്പിച്ചിട്ടാണ് ഫ്രാൻസ് വിജയിച്ചത്. അതുപോലെ ഇപ്പോൾ 2018 അപ്പോൾ എവിടെയാണ്? റഷ്യ. 2022 ഖത്തർ. 2026 വന്നിട്ടുണ്ട്. എവിടെയാണ് വേദി? 2026 അറിയാമോ? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഓക്കെ, USA, കാനഡ ആൻഡ് മെക്സിക്കോ. അപ്പോൾ ഈ വേദികളൊക്കെ പഠിച്ചു വെച്ചോണം. കാരണം PSC എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. ഫിഫ വേൾഡ് കപ്പ് ഈ വർഷം നടന്നുകൊണ്ട് അത് എന്ത് ഫാക്ടർ വേണമെങ്കിലും ചോദിക്കാം, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത് ഫിഫ വേൾഡ് കപ്പ് 2022 വേദി ഖത്തർ. അപ്പോൾ അതിന് ഉദ്ഘാടന ദിവസം 20th നവംബറിൽ നടന്ന ഉദ്ഘാടന ദിവസം ഖത്തറിനെ ആര് തോൽപ്പിച്ച്? ഇക്വഡർ. അപ്പോൾ ഇക്വഡറാണ് ഫസ്റ്റ് വിന്നറായിട്ടിരിക്കുന്നത്. അതുപോലെ 20 നവംബർ മുതൽ 18 ഡിസംബർ 2022 വരെയാണ് ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ 18th ഡിസംബർ എന്ത് ഡേ ആണ്? ഖത്തർ നാഷണൽ ഡേ ആണ്. അവരുടെ ദേശീയ ദിനവും കൂടിയാണ് 18th ഡിസംബർ. സെറ്റല്ലേ? പിന്നെ നമ്മൾ പഠിച്ചു 2018 ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ്? വേദി എവിടെയാണ്? റഷ്യ. വിന്നർ
ഫ്രാൻസ് ആരെയെ തോൽപ്പിച്ച്? ക്രൊയേഷ്യ. പിന്നെ 2026 USA, കാനഡ ആൻഡ് മെക്സിക്കോയിലാണ് വേദിയുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ ഫാൻസും അല്ലേ, ഫിഫയുടെ എല്ലാ ഫാൻസിനും അവരുടെ ഇഷ്ട ടീംസ് തന്നെ ജയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഫാക്ട്സിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഫാക്ട്സ് എന്ന് പറയുന്നത് JCB സാഹിത്യ പുരസ്കാരം. നമുക്കറിയാം JCB അവാർഡ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അല്ലേ. അപ്പോൾ JCB സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് ഖാലിദ് ജാവേദ്. ഓക്കെ, ഖാലിദ് ജാവേദാണ് ഈ വർഷത്തെ എന്താണ് JCB സാഹിത്യ പുരസ്കാരം. ഉറുദു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഉറുദു കൃതിയാണ് എന്താണ് ദ പാരഡൈസ് ഓഫ് ഫുഡ്. ഓക്കെ, ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന നോവല് ആരുടെയാണ്? ഖാലിദ് ജാവേദിൻ്റെ ഉറുദു നോവലാണ് ദി പാരഡൈസ് ഓഫ് ഫുഡ്. ഓക്കെ ആണോ? അപ്പോൾ JCB, ജാവേദ്, ദ പാരഡൈസ് ഓഫ് ഫുഡ്, ഈ 3 സെറ്റും പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് 2022 JCB പുരസ്കാരമാണ് അല്ലേ. അപ്പോൾ 2022 JCB പുരസ്കാരം ഖാലിദ് ജാവേദ്, കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2022 പഠിക്കുമ്പോൾ 2021 പഠിക്കണ്ടേ? യെസ്, 2021 M മുകുന്ദനാണ് കിട്ടിയത്. ഓക്കെ, M മുകുന്ദൻ മലയാളി ആയതുകൊണ്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. M മുകുന്ദൻ ഡൽഹി എ സോളിലോക്കോയ് എന്ന കൃതിക്കാണ് M മുകുന്ദന് 2021 JCB പുരസ്കാരം ലഭിച്ചത്. 2020 ആർക്കാണ്? മീശ എന്ന കൃതിക്ക് ഹരീഷിനാണ്. ഓക്കെ, മീശ എന്ന കൃതിക്ക് ഹരീഷിനാണ് 2020 JCB പുരസ്കാരം ലഭിച്ചത്. ഹരീഷ്. സെറ്റല്ലേ? സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2018 ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്ക് ആർക്കാണ് ലഭിച്ചത്? ബെന്യാമിൻ. ഓക്കെ, ബെന്യാമിനാണ് ജാസ്മിൻ ഡേയ്സ് എന്നുള്ള കൃതിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 2018 ബെന്യാമിനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കുറേ ഫാക്ട്സ് പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ JCB സാഹിത്യ പുരസ്കാരം 2022 ജേതാവ് ഖാലിദ് ജാവേദ്. അദ്ദേഹം ഉറുദു എഴുത്തുകാരനാണ്. ദ പാരഡൈസ് ഓഫ് ഫുഡ്, എന്താണ് നോവലിൻ്റെ പേര്? ദ പാരഡൈസ് ഓഫ് ഫുഡ് JCB പുരസ്കാരം. അപ്പോൾ നമ്മൾ 2022 പഠിക്കുമ്പോൾ 2021 പഠിക്കണ്ടേ? മലയാളിയാണ് M മുകുന്ദനാണ് 2021 JCB പുരസ്കാരം ലഭിച്ചത്. 2020 ഹരീഷ് അല്ലേ, ഹരീഷിൻ്റെ മീശ എന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞാണ് അല്ലേ. അപ്പോൾ ഹരീഷ് മീശ എന്ന കൃതിക്കാണ് 2020. പിന്നെ 2018 ജാസ്മിൻ ഡേയ്സ് എന്ന കൃതിക്ക് ബെന്യാമിന് ലഭിച്ചു. എന്ത്? JCB പുരസ്കാരം. അപ്പോൾ നമ്മളൊരു പുരസ്കാരം അനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് അവാർഡ്സ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഫാക്ടിലേക്ക് പോയാലോ? ഓക്കെ, ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയൽ. ഓക്കെ, അരുൺ ഗോയലാണ് ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ചോദ്യമെങ്കിൽ രാജീവ് കുമാർ. ഓക്കെ, അപ്പോൾ രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്നിരിക്കുകയാണ് അരുൺ ഗോയൽ. അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ, അടുത്ത അരുൺ ഗോയൽ, പിന്നുള്ളത് അനൂപ് ചന്ദ്ര പാണ്ഡെയാണ്. ഓക്കെ, ആരാണ്? അനൂപ് ചന്ദ്ര പാണ്ഡെ. ഓക്കെ, അനൂപ് ചന്ദ്ര പാണ്ഡെയാണ്. സെറ്റല്ലേ? അപ്പം നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചത് ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ, പിന്നുള്ള തിരഞ്ഞെടുപ്പ് ഓൾറെഡി ഉള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അനൂപ് ചന്ദ്ര പാണ്ഡെ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചാൽ രാജീവ് കുമാറാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ, അനൂപ് ചന്ദ്ര പാണ്ഡെ ആൻഡ് അരുൺ ഗോയൽ ഈസ് ദ ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, ഇത്ര സെറ്റല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. യെസ്, ഇദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെ അല്ലേ?
46-ാമത്തെ US പ്രസിഡൻ്റാണ്. അപ്പോൾ US ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റായി വന്നിരിക്കുകയാണ് ജോ ബൈഡൻ. ഓക്കെ, ജോ ബൈഡൻ ആണ് ഇപ്പോൾ US ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്. അദ്ദേഹം 20th നവംബർ 1942 അദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ ഈ ഒരു വർഷം 2022 20th നവംബർ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 80 വയസ്സായി. ഓക്കെ, 18 ഇയേഴ്സായി. ആർക്ക്? ജോ ബൈഡൻ. അങ്ങനെയാണ് US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റായി എന്നുള്ള ഒരു ഫാക്ട്സ് വന്നത്. സെറ്റല്ലേ? അപ്പോൾ US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ജോ ബൈഡൻ 80 വയസ്സായി. ഓക്കെ, ഇനി അടുത്ത ഫാക്റ്റിലേക്ക് പോവാം. ഇദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെയില്ല അല്ലേ? AB വാജ്പേയി അല്ലേ? അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക് ഫിലിം വരാൻ പോവുകയാണ്. പങ്കജ് തിവാരിയാണ് അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അടലായിട്ട് അഭിനയിക്കാൻ പോകുന്നത് പങ്കജ് തിവാരി എന്ന ആക്ടറാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് വലിയൊരു പേരാണ്, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക അടൽ. ഓക്കെ, അടൽ എന്നാണ് സിനിമയുടെ പേര്. ഫുൾ നെയിം പറയുന്നതാണെങ്കിൽ മേ റഹൂൺ യാ നാ റഹൂൺ യേ ദേശ് രഹ്നാ ചാഹിയേ, അടൽ. ഓക്കെ, അപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ ഒരു ബയോപിക് വന്നിരിക്കുകയാണ്. അടൽ എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം AB വാജ്പേയിക്ക് 2014 ഭാരത് രത്ന അവാർഡ് കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹം നല്ല ഒരു ഫോമർ പ്രൈം മിനിസ്റ്ററും കൂടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫാക്ട്സൊക്കെ അറിയാവുന്നതാണ്. അപ്പം നമ്മൾ ഈ സ്ലൈഡ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ബയോപിക് ഫിലിം ഇറങ്ങാൻ പോവാണ്. ആ സിനിമയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേരിനോടുള്ളത് അടൽ അല്ലേ? അടൽ എന്നുള്ളതാണ് അതിന് മെയിൻ. അതിൻ്റെ ഇതിൽ ഫുൾ നെയിം ആണെങ്കിൽ മേ റഹൂൺ യാ നാ റഹൂൺ യേ ദേശ് രഹ്നാ ചാഹിയേ. സെറ്റല്ലേ? ഈ സിനിമ ഡയറക്ടർ ചെയ്യുന്നത് രവി ജാദവ് എന്ന് പറഞ്ഞ ആളാണ്. ആരാണ്? രവി ജാദവ്. ഓക്കെ, ഡയറക്ടർ ഓഫ് ദ മൂവി രവി ജാദവ്. സെറ്റല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ഫാക്ടറിയിലേക്ക് പോവാം. 2021 സമാധാന പുരസ്കാരം, ഏത് സമാധാനം? ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രഥം എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കാണ്. ഇന്ത്യയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രഥം. അപ്പം 2021 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്ന പ്രഥമാണ്. പ്രഥം അപ്പോൾ പഠിച്ചു വെച്ചാൽ പ്രഥം. ഓക്കെ, അപ്പോൾ ഇതിന് ക്യാഷ് പ്രൈസ് 25 lakhs ആണ്. ഓക്കെ, 25 lakhs ആണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം സമ്മാനത്തുക. ഓക്കെ, അപ്പോൾ 2021 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഏത് സംഘടനയാണ്? പ്രഥമാണ്. അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. ഇന്ത്യയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രവർത്തിക്കുന്നു. തെറ്റല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക് പോയാലോ? ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഫാക്റ്റാണ്. 2022 നവംബറിൽ പ്രധാനമന്ത്രി ബാംഗ്ലൂരിൽ അനാച്ഛാദനം ചെയ്ത KM ഗൗഡയുടെ പ്രതിമ. KM ഗൗഡ എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? ഫൗണ്ടർ ഓഫ് ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂർ കണ്ടുപിടിച്ച ഒരാളാണ്. ഇപ്പം ബംഗളൂരു എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? ബംഗളൂരു. ഓക്കെ, അപ്പോൾ ഫൗണ്ടർ ഓഫ് ബംഗളൂരു ആരാണ്? KM ഗൗഡയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ആ ഒരു പ്രതിമയ്ക്ക് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അഭിവൃദ്ധിയുടെ പ്രതിമ. ഓക്കെ, അഭിവൃദ്ധിയുടെ പ്രതിമ എന്നാണ് പേര്. അപ്പോൾ സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ്? ബംഗളൂരുവിലാണ്. ആരുടെ സ്റ്റാച്യു ആണ്? KM ഗൗഡയുടെയാണ്. സെറ്റല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അപ്പോൾ 2022 നവംബർ പ്രധാനമന്ത്രി ബാംഗ്ലൂരിൽ അനാച്ഛാദനം ചെയ്ത KM ഗൗഡയുടെ പ്രതിമ സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി, അഭിവൃദ്ധിയുടെ പ്രതിമ. ഓക്കെ, KM ഗൗഡ എന്ന് പറഞ്ഞാൽ ഫൗണ്ടർ ഓഫ് ബംഗളൂരു ആണ്. പിന്നെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 108 അടിയാണ്. ഓക്കെ, 108 അടിയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 108 അടിയാണ്. ഈ പടം കണ്ടാൽ മനസ്സിലാവുന്ന പോലെ വളരെ വലിയൊരു ഹൈറ്റുള്ള ഒരു വെങ്കല പ്രതിമയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ലൈഡ് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക് പോയാലോ? ഓക്കെ, ഏഷ്യൻ കപ്പിൽ ടേബിൾ ടെന്നീസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത
ആരാണ്? മനിക ബത്ര. ഓക്കെ, മനിക ബത്രയാണ് ഏഷ്യൻ കപ്പിൽ ടേബിൾ ടെന്നീസിൽ ടേബിൾ ടെന്നീസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം മനിക ബത്ര. അപ്പം ഇത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ PSC. എന്താണ് ചോദിച്ചത്? മനിക ബത്ര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏത് കായിക ഇനമാണ്? ടേബിൾ ടെന്നീസ് അല്ലേ? അപ്പോൾ ടേബിളിൽ പത്രം കാണത്തില്ല. ഇത് ഇവരെ അറിയാത്തവർക്ക് വേണ്ടിയുള്ള കോഡാണ്. നമ്മൾ ടേബിൾ പത്രം കാണുന്നു. ഓക്കെ, അത് ബത്ര പത്ര കിട്ടുമല്ലോ. അപ്പം ടേബിൾ ടെന്നീസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യ താരം ഏതിൽ? ഏഷ്യൻ കപ്പിൽ. ആരാണ്? മനിക ബത്ര. മനിക ബത്ര. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ PSC SSC ബാങ്ക് റിലേറ്റഡ് ആയിട്ട് എന്ത് എൻക്വയറീസിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ചില കുട്ടികൾ നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനൽ കണ്ടിട്ടങ്ങ് പോകും. അങ്ങനെ പോകരുത്. എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വെറാന്തർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് കൂടെ ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒരു ടച്ച് ചെയ്താൽ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാമെന്ന് പ്രത്യാശയോടെ ഇവിടെ പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ എല്ലാവരുടെ സ്വന്തം അശ്വിൻ അശോക്. താങ്ക് യു. ബൈ ബൈ.